നമസ്കാരം. നമ്മുടെ രാജ്യം കഴിഞ്ഞ 1000 കൊല്ലത്തോളം വൈദേശിക ആക്രമണത്തിന്റെ പിടിയിലായിരുന്നു. 800 കൊല്ലക്കാലം ഇസ്ലാമിക അധിനിവേശത്തിലും 200 കൊല്ലം യൂറോപ്യൻ അധിനിവേശത്തിലും. ഗോറിയും ഗസ്നിയും ലോധിയും ഖിൽജിയും മുഗളന്മാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും അവസാനം ഇംഗ്ലീഷുകാരും അടക്കം സകലരും നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളോളം കൊള്ളയടിച്ചു. 10ാം നൂറ്റാണ്ട് മുതൽക്കാണ് വൈദേശിക ആക്രമണങ്ങൾ ഭാരതത്തിൽ നടക്കുന്നത്. ആദ്യത്തെ 300 കൊല്ലം റെയ്ഡുകളായിരുന്നു. അതായത് ഇവിടെ വന്ന് ലൂട്ട് ചെയ്ത് സമ്പത്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുക. 13ാം നൂറ്റാണ്ടോടെയാണ് ലൂട്ട് ചെയ്യുവാൻ വന്നവർ ഡൽഹി കേന്ദ്രീകരിച്ചൊരു സുൽത്താനേറ്റ് ഉണ്ടാക്കി ഭരണം തുടങ്ങുന്നത്. ഈ അധിനിവേശക്കാരിലെ അവസാനത്തെ ബാച്ചാണ് ഇംഗ്ലീഷുകാർ. അവരിവിടെ ഭരണം സ്ഥാപിച്ച് മോഷണം തുടർന്നു. ഇതിൽ ഏറ്റവും വലിയ ക്രിമിനൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയത് ഇംഗ്ലീഷുകാരാണ്. ഈ അധിനിവേശക്കാരിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ചൂഷണം ചെയ്തതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഉദാഹരണമാണ് ഭാരതത്തിലെ ബ്രിട്ടീഷ് ആധിപത്യം. ലോകത്തിലെ 5-1 മനുഷ്യരെയാണ് അവർ പട്ടിണിയിലേക്ക് തള്ളിവിട്ടത്. ബുദ്ധനെയും ജൈനനെയും രാമദാസനെയും പ്രസവിച്ച സാംസ്കാരിക തുടർച്ച അതെല്ലാം ഇവിടെ അധിനിവേശം നടത്തിയവർ നശിപ്പിച്ചു കളഞ്ഞു. വേദങ്ങൾ മുതൽ മെറ്റാഫിസിക്സ് വരെ ലോകത്തിന് നൽകിയ മഹത്തായ സംസ്കൃതിയെ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു ട്രേഡിംഗ് കമ്പനി യാതൊരു നീതിബോധവുമില്ലാതെ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കി. ഭാരതത്തിന്റെ സമ്പത്താണ് ഈ വൈദേശിക ശക്തികളെ മുഴുവൻ ഇങ്ങോട്ട് ആകർഷിച്ചത്. അവരെ ആകർഷിച്ച ഈ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കിയത് ഈ രാജ്യത്തിനെ സ്നേഹിച്ചിരുന്ന അവളുടെ മക്കളാണ്. അല്ലാതെ വെളിയിൽ നിന്നും അധിനിവേശം നടത്തിയവർ തന്നേച്ചു പോയതല്ല. ഈ സമ്പത്താണ് ഗോറിയെയും ഗസ്നിയെയും കൊളംബസിനെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ഒക്കെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ഭാരതം സമ്പന്നമായത് കൊള്ള മുതൽ കൊണ്ടല്ല. നമ്മൾ ആരെയും അധിനിവേശം നടത്തി ലൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് വളർന്നത് നമ്മുടേതായ ഇൻഡസ്ട്രീസ് വളർത്തിയെടുത്തത് കൊണ്ടായിരുന്നു. നേരെ മറിച്ച് ഭാരതത്തിനെ കൊള്ളയടിച്ചാണ് കൊട്ടിഘോഷിക്കുന്ന യൂറോപ്പിലെ ഇൻഡസ്ട്രിയൽ വിപ്ലവം നടത്തിയത്. 1901 എസ്റ്റിമേറ്റ് അനുസരിച്ച് ഓരോ വർഷവും 1 ബില്യൺ പൗണ്ടാണ് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്നും ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് 1947 വരെയുള്ള 50 കൊല്ലം കൊണ്ട് ഇന്നത്തെ കണക്കനുസരിച്ചുള്ള $1 ട്രില്യൺ അവരിവിടെ നിന്നും ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ നഷ്ടപരിഹാരം ചോദിക്കേണ്ടതല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു റിട്ടേൺ അപ്പോളജി എങ്കിലും ചോദിക്കേണ്ടതല്ലേ? ഭാരതത്തിന്റെ കൂടെ സ്വതന്ത്രമായ പല രാജ്യങ്ങളും ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തിന് വരുത്തിയ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പെങ്കിലും നമ്മൾ നടത്തണമായിരുന്നു. എന്നിട്ട് അതിനൊക്കെ നഷ്ടപരിഹാരവും മാപ്പപേക്ഷയും ചോദിക്കണമായിരുന്നു. മാത്രമല്ല, ധാരാളം വിലപിടിപ്പുള്ള വസ്തുക്കൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭാരതത്തിൽ നിന്നും അവർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ധാരാളം ആർട്ടിഫാക്ട്സ്, ആർക്കിയോളജിക്കൽ പീസസ്, പ്രഷ്യസ് സ്റ്റോൺസ് സച്ച് ആസ് കോഹിനൂർ, ഇതൊക്കെ ഇന്നും ഇംഗ്ലണ്ടിലെ പല മ്യൂസിയങ്ങളിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പല രാജ്യങ്ങളും അവരുടെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളൊരു കണക്കെടുപ്പ് നടത്തി ഇതൊക്കെ ചോദിക്കണമായിരുന്നു. നിർഭാഗ്യവശാൽ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഇതിനൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല, ഇതൊന്നോട്ട് ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആവശ്യം പോലും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ മെൻഡറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.